നുബൈഷ അൽ ഹുദലി താൻ സാക്ഷിയായൊരു സംഭവം ഉദ്ധരിക്കുന്നത് ഹദീസുകളിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ മിനയിലായിരിക്കെ ഒരു വ്യക്തി വന്ന് ഈ അതീറയെക്കുറിച്ചും ഫറൈനെക്കുറിച്ചും പറയുന്നുണ്ട്. അതീറ എന്ന് പറഞ്ഞാൽ ജാഹിലിയത്തിൽ റജബ് മാസം പിറന്നാൽ ആളുകൾ അർത്തിയിരുന്ന ഒരു പ്രത്യേക അറവാണ്. വിഗ്രഹാരാധനയുമായൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു അറവാണത്. അതേപോലെ തന്നെ മറ്റൊരു അറവാണ് ഫറ. ഒരു നിർണിത എണ്ണം മൃഗങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ ജാഹിലിയത്തിൽ അവരുടെ ഒരു വിശ്വാസമായിരുന്നു ഫറ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ വ്യക്തി വന്നിട്ട് ചോദിക്കുന്നത്. ഇന്നാ കുന്നാ നഅതിറു അതീറത്തൻ ഫിൽ ജാഹിലിയത്തി ഫി റജബ്. റജബ് മാസത്തിൽ ജാഹിലിയത്തിൽ ഞങ്ങൾ അതീറയെ നൽകാറുണ്ടായിരുന്നു. അതീറ എന്ന് പറഞ്ഞാൽ റജബിൽ നൽകാനുള്ള ഒരു പ്രത്യേക അറവ്. അപ്പോൾ ഇയാൾ വന്നിട്ട് ചോദിക്കുന്നത് ഫമാദാ തഅ്മുറുന യാ റസൂലല്ലാഹ്, റസൂലെ ഞങ്ങളോട് നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത് ഈ വിഷയത്തിൽ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദ്ബഹു ലില്ലാഹി ഫി അയ്യി ഷഹ്രിൻ മാക്കാൻ. റജബിനെ പ്രത്യേകം ആക്കണ്ട, പിന്നെ വിഗ്രഹങ്ങൾക്ക് അറക്കും വേണ്ട. പിന്നെ ഇദ്ബഹു ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ അറക്കുക. ഫി അയ്യി ഷഹ്രിൻ മാക്കാൻ, ഏത് മാസത്തിലും അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് അറുത്തോളി. ധാരാളമായിട്ട് അറുത്തിട്ട് അതിൻ്റെ മാസം ദാനം ചെയ്യാൻ പറയണു. വബറുല്ലാഹ അസ്സ വജൽ വഅത്ഇമു, അള്ളാഹ്ക്ക് നിങ്ങളെന്ത് അറിവിലൂടെ പുണ്യപ്രവൃത്തി ചെയ്യുക, അഗതികൾക്ക് അതിൻ്റെ ഭക്ഷണം നൽകുകയും അതിൻ്റെ മാംസം നൽകുകയും ചെയ്യുക, അഗതികളെ ഊട്ടുക, അവർക്ക് അന്നം നൽകുക. ഇത് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഈ അതീറത്ത് എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിൽ പ്രത്യേകത കൽപ്പിച്ചിട്ട് ജാഹിലിയത്തിൽ അർത്തിയിരുന്ന ഒരു അറവാണ്. അത് പലപ്പോഴും വിഗ്രഹങ്ങളുടെ പേരിലാണ് അർത്തിയിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി അറവ് അള്ളാഹ്ക്കാക്കാൻ പറഞ്ഞു. റജബിനെ പ്രത്യേകമാക്കാൻ പാടുള്ളതല്ല, എല്ലാ മാസങ്ങളിലും അറക്കാൻ പറഞ്ഞു. പക്ഷേ വബറുല്ലാഹ്, അള്ളാഹ്ക്കായിരിക്കണം അറുക്കേണ്ടത്, ഈ പുണ്യപ്രവൃത്തി ചെയ്യേണ്ടത്. പിന്നെ വഅത്ഇമു, സാധുക്കൾക്ക് നൽകാൻ വേണ്ടിയിട്ട് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ ആഗതൻ മിനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാ റസൂലല്ലാഹ് ഇന്നാ കുന്നാ നുഫർരിഉ ഫറഅൻ ഫിൽ ജാഹിലിയ ഫമാ തഅ്മുറുന, ഞങ്ങൾ ജാഹിലിയത്തിൽ ഫറ അറക്കാറുണ്ട്. ഫറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗം ഒരു നിർണിത എണ്ണം എത്തിയാൽ നൽകുന്ന ഒരു അറവായിരുന്നു. അതും ഇതേപോലെ ഉള്ള ഒരു തരം അന്ധവിശ്വാസത്തിൻ്റെ അറവായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് അവിടെ വെച്ച് പറഞ്ഞു എന്നാണ്, ഫീ കുല്ലി സായിമത്തിൻ ഫറഉൻ തഗ്ളുഹു മാശിയതക്. ചില നിവേദനങ്ങളിൽ ഫീ കുല്ലി സായിമത്തിൻ മിനൽ ഗനമി ഫറഉൻ തഗ്ളുഹു ഗനമക് എന്നാണ്. എന്താ അതിൻ്റെ അർത്ഥം? ഫീ കുല്ലി സായിമത്തിൻ, എല്ലാ മേഞ്ഞു തിന്നുന്ന മൃഗങ്ങളിലും ഫറഉൻ, ഒരു മൃഗത്തെ അള്ളാഹുവിന് വേണ്ടിയിട്ട് അറക്കാം, ഒരു മൃഗത്തെ അങ്ങനെ അറക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കാം. ഫീ കുല്ലി സായിമത്തിൻ എന്ന ചിലർ പറഞ്ഞത് എല്ലാ 100 കാലികൾ, ഇപ്പം 100 പോത്തുകൾ അല്ലെങ്കിൽ 100 കാളകൾ, 100 ഒട്ടകങ്ങൾ, 100 ആടുകൾ, അതിൽ ഒന്നിനെ ഫറ ആക്കിയിട്ട് അള്ളാഹുവിന് വേണ്ടി അറക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കാം. തഗ്ളുഹു മാശിയതക്, നിൻ്റെ കാലികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലെ അങ്ങനെ ആ മൃഗത്തിനും ഈ ഫറഇനും നീ തീറ്റ കൊടുക്കുക. ചില നിവേദനങ്ങളിൽ ഫീ കുല്ലി സായിമത്തി മിനൽ ഗനം, ആടുകളിൽ നിന്ന് മേഞ്ഞു തിന്നുന്ന ഓരോ 100 ആടുകൾക്കും ഫറഉൻ, ഒരു ആടിനെ അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ അറുത്ത് സാധുക്കൾക്ക് മാംസം കൊടുക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിക്കാം. തഗ്ളുഹു ഗനമക്, നിൻ്റെ ഇതര ആടുകൾക്ക് തിന്നാൻ കൊടുക്കുന്നത് നീ ഈ ആടിനും തിന്നാൻ കൊടുക്കുക. എന്നിട്ട് ഹത്ത ഇദസ്തഹ്മലൽ ദബ്ഹതഹു, ഈ അള്ളാഹ്ക്ക് വേണ്ടി അറക്കാൻ നിശ്ചയിച്ച ഈ ഫറ ഉണ്ടല്ലോ, അത് അറക്കാനുള്ള മാംസം വഹിച്ചാൽ, ചില നിവേദനങ്ങളിൽ പിന്നെ ഒട്ടകങ്ങളോ മറ്റോ ആണിയെങ്കിൽ ഹത്ത ഇദസ്തഹ്മലൽ ഹജീജ് എന്നാണ്, ഹാജിമാരെ ഏറ്റിപ്പോകാൻ വഹിക്കാനുള്ള പാകമെത്തിയാൽ ദബഹ്തഹു വതസദ്ദഖത ബിലഹ്മിഹി അല ഇബ്നി സബീൽ, ദബഹ്തഹു, നിനക്കതിനെ അറുക്കാം, എന്നിട്ട് വതസദ്ദഖത ബിലഹ്മിഹി, അതിൻ്റെ മാംസം നിനക്ക് ദാനം ചെയ്യാം, അല ഇബ്നി സബീൽ, ആർക്ക്? വഴിപോക്കന്. അതാണ് നമ്മുടെ വിഷയം. ഫഇന്ന ദാലിക ഹുവ ഖൈറുൻ, അത് ഖൈറാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇവിടെ ഹത്ത ഇദസ്തഹ്മൽ, ഈ ഫർആയ ഈ മൃഗം ഹത്ത ഇദസ്തഹ്മൽ എന്ന് പറഞ്ഞാൽ ഒരു ഹാജിയെ വഹിക്കാൻ കഴിവും അതേപോലെ തന്നെ പിന്നെ വലിപ്പവും പ്രാപിച്ചാൽ, അത് ഈ പിന്നെ സായിമത്ത് ഒട്ടകമാണ് എങ്കിൽ ദബഹ്തഹു, നീ അതിനെ അറക്കുകയും വതസദ്ദഖ്ത ബിലഹ്മിഹി അല ഇബ്നി സബീൽ, അതിൻ്റെ മാംസം ഇബ്നു സബീലിന് നീ സദഖ ചെയ്യുകയും ചെയ്താൽ ഫഇന്ന ദാലിക ഹുവ ഖൈറുൻ, അതാകുന്നു നന്മ എന്ന്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. ഇവിടെ വിഷയം ഉണ്ടോ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നോക്കൂ, നിങ്ങളിവിടെ ഈ ഫറഇൻ്റെ വിഷയത്തിൽ പറയുന്നത് വതസദ്ദഖ്ത ബിലഹ്മിഹി അല ഇബ്നി സബീൽ ഫഇന്ന ദാലിക ഹുവ ഖൈറുൻ. ഇബ്നു സബീലിനെ അവിടെ മാത്രം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പരാമർശിച്ചു. അപ്പോൾ നമ്മുടെ ദീനിൽ ഈ ഒരു വിഭാഗം ഇബ്നു സബീൽ നോക്കൂ, നിങ്ങൾ അവരുടെ അവസ്ഥ. സ്വന്തം നാട്ടിൽ നിന്ന്, സ്വന്തം കുടുംബത്തിൽ നിന്ന്, കൂട്ടുകാരും മറ്റുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോന്ന് യാത്രാമാർഗം മുറിഞ്ഞവനാണ്. വിദേശിയാണ്, പരദേശിയാണ്, അവൻ ആവശ്യക്കാരനാണ്. ആ നാട്ടിൽ അവന് സ്വന്തക്കാരോ ബന്ധുക്കാരോ ആരുമേയില്ല. അത്ര യാത്ര വഴിമുട്ടിയവൻ. അവർക്കുള്ള പരിഗണനയാണ്. സക്കാത്തിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല 8 വിഭാഗത്തിന് സക്കാത്ത് പറഞ്ഞപ്പോൾ ഇബ്നു സബീലിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി. ഞാനിത് ഇവിടെ പ്രത്യേകം ഇതൊക്കെ ഈ പ്രയോഗങ്ങളെ ഉണർത്തുന്നത് നമ്മുടെ ഈ ദീനിൻ്റെ മഹത്വവും മനുഷ്യർക്ക് ഇസ്ലാം കൽപ്പിക്കുന്ന വിലയും നിലയും അത് എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയും ബോധ്യപ്പെടുന്നതിന് വേണ്ടിയുമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുന്ന, നിരൂപിക്കുന്ന ചില ആളുകൾ ഇസ്ലാമിൽ നന്മ വശങ്ങൾ കാണാൻ സാഹസപ്പെടുന്ന, തത്രപ്പെടുന്ന വിശുദ്ധ ഖുർആനിൽ നന്മയുടെ പുണ്യത്തിൻ്റെ പാഠങ്ങൾ കാണാൻ ഈ മഞ്ഞക്കണ്ണുള്ളവർക്ക് കഴിയാത്ത അവസ്ഥയുള്ളപ്പോൾ നമ്മുടെ ദീനിൻ്റെ മഹത്വങ്ങൾ, അതിലെ നന്മ വശങ്ങൾ, അതിലെ പുണ്യങ്ങൾ എത്ര എന്ന് നമ്മൾ പ്രത്യേകം വായിക്കുന്നതിന് വേണ്ടിയാണ്. ഏതായാലും നമ്മൾ ഇത്തരം വചനങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ദീനിൻ്റെ മഹത്വം, ഈ ദീനാകുന്ന അനുഗ്രഹം അതെത്രമേൽ മഹനീയം, ഇതൊക്കെയാണ് നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിൽ ഈ പ്രയോഗങ്ങളെ വിശദീകരിക്കുമ്പോൾ പലതും നമ്മൾ മുമ്പ് പഠിച്ചു പോയതാണ്. ഇപ്പോൾ ദവിൽ ഖുർബ വൽ യതാമ വൽ മസാക്കീൻ, നമുക്കിതിനു മുമ്പ് ഇത് വന്നതാണ്. അതിൽ ഇബ്നു സബീൽ ഇപ്പോൾ നമുക്ക് പുതിയ പദമാണ് സൂറത്തുൽ ബഖറയിൽ തന്നെ. നമ്മൾ ഇതിനു മുമ്പ് 83-ാം വചനം പഠിച്ചപ്പോൾ വൈദ അഖദ്ന മീസാഖ ബനീ ഇസ്രാഈല ലാ, അതിൽ നമുക്ക് ദിൽ ഖുർബ വന്നു, യതാമ വന്നു, വൽ മസാക്കീൻ വന്നു. അത് നമ്മൾ മുമ്പ് പഠിച്ചു പോയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ പദങ്ങളൊക്കെ തേടുന്ന, അറിയിക്കുന്ന കുറേ വിഷയങ്ങൾ പലതും നമ്മൾ പഠിച്ചു പോയി. എന്നാലും ചിലതൊക്കെ അതിൽ ഓർമ്മ പുതുക്കാനും ചില വിജ്ഞാനങ്ങൾ പുതുതായി നമുക്ക് ലഭിക്കാനും വേണ്ടിയാണ് വിശദീകരിച്ചത്. അതിൽ ഇബ്നു സബീൽ, ഇനി നമുക്ക് വസായിലീൻ, ഇതാണ് മനസ്സിലാക്കുവാനുള്ളത്. അതൊക്കെ നമുക്ക് പുതിയ പ്രയോഗങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളത് അല്പം വിശദമായിട്ട് തന്നെ പഠിച്ച് പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി അടുത്ത എപ്പിസോഡിൽ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബ വൽ യതാമ വൽ മസാകീന വബ്നസ് സബീൽ, അതിൻ്റെ തുടർച്ചയിൽ വസ്സായിലീന എന്നത് പഠിക്കാം. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.